ഈ വീഡിയോയിൽ നമ്മൾ ഇസ്രായേലിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില നിർണായക വിഷയങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത്. അതിൽ ഈ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടുള്ള ചർച്ച ഖത്തറിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഖത്തറിൽ നടക്കുന്ന ഈ ഒരു ചർച്ചയിൽ ബൈഡൻ ഡയറക്റ്റായിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ബന്ദികളുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് ഡയറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് 20-ാം തീയതിക്ക് മുൻപെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാവണം എന്നുള്ള നിർബന്ധമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ഹമാസിന് ഇതുവരെ കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. ഒരു സൈഡിൽ പദവിയിൽ നിന്നും വിരമിച്ച് പോകാനിരിക്കുന്ന ബൈഡൻ ഇതിനു വേണ്ടി പുഷ് ചെയ്യുന്നു. മറ്റൊരു സൈഡിൽ ഈ പദവിയിലോട്ട് വന്ന് കയറാനിരിക്കുന്ന പുതിയ പ്രസിഡന്റ് ട്രംപ് പുള്ളി നല്ല രീതിയിലുള്ള ഭീഷണി ഉയർത്തുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ആയിട്ടും ഈ രണ്ടുപേരുടെയും പ്രഷറിനെ ഒരു രീതിയിലും മാനിക്കാതെയാണ് ഹമാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഖത്തറും ഇതിന്റെ സിൻസ് ഫ്രം ദ ബിഗിനിങ് ഇതിൽ ഇങ്ങനെ തന്നെയാണ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട് ആൻഡ് ബാക്കിൽ കിടന്ന് എഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ശരിക്കും ഈ ബന്ദികൾ എവിടെയാണുള്ളത് അതാണ് ഇസ്രായേൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങള് ഗാസയിൽ കൃത്യമായിട്ട് ചില പർട്ടിക്കുലർ ലൊക്കേഷൻസ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ആ ലൊക്കേഷൻസിൽ ഞങ്ങളുടെ ബന്ദികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലും ചില ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് ആ സ്ഥലം ഞങ്ങൾ ആക്രമിക്കാതെ വെച്ചിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് അവർ എടുത്തു പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ഗാസ. ഈ സെൻട്രൽ ഗാസ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞാനിവിടെ കൊടുക്കുന്ന ആ മാപ്പിൽ നിങ്ങൾ നോക്കുക, നോർത്തേൺ ഗാസ അത് ഏതാണ്ട് ഇസ്രായേലിന്റെ സൗത്ത് ഭാഗത്തേക്ക് ഇരിക്കുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ അതായത് ആ നെറ്റ്സറീം കോറിഡോറിന്റെ അപ്പുറത്തിരിക്കുന്നതാണ് ഈ ഒരു നോർത്തേൺ ഗാസ. ആ നോർത്തേൺ ഗാസ ഭാഗം അത് ഇസ്രായേൽ നല്ല വൃത്തിക്ക് തന്നെ അത് അറ്റാക്ക് ചെയ്ത് അവിടെ ഒരു ബിൽഡിങ്ങുകൾ പോലും ഇല്ലാതെ തൂത്ത് തറയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്ത് ഗാസ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ഖാൻ യൂനിസ്, അതുപോലെ തന്നെ റഫ ബോർഡർ, അതായത് ഈജിപ്തിലേക്ക് വരുന്ന ആ ഒരു എൻട്രൻസ് ഗേറ്റ് ഒക്കെ വരുന്ന ഭാഗം അവിടെയാണ്. അവിടെയും കോറിഡോർ ഉണ്ട്. ഫിലഡൽഫി കോറിഡോർ എന്ന് പറഞ്ഞ കോറിഡോർ ആ ഭാഗത്തോട്ടാണ് വരുന്നത്. അപ്പൊ ആ രീതിയിൽ ആ ഭാഗത്തും ഇനിഷ്യൽ ടൈമിൽ, അതായത് ഇസ്രായേലിന്റെ ഈ ഒരു യുദ്ധം തുടങ്ങിയ സമയത്ത് ഗാസയ്ക്കുള്ളിൽ ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് അറ്റാക്ക് നടന്നത്. അപ്പം ഈ രണ്ട് സൈഡിലും ഇസ്രായേൽ ഇപ്പം വിലയിരുത്തിയിരിക്കുന്ന പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലും അറ്റാക്ക് നടത്തിയത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇവർ ബന്ദികളെ കൊണ്ട് മൂവ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം സെൻട്രൽ ഗാസയാണ്. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ഗാസയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയിട്ടില്ല. ചില പ്രിസൈസ് അറ്റാക്കുകൾ ചില സാഹചര്യത്തിൽ ചില പർട്ടിക്കുലർ ബിൽഡിങ്ങുകളിൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ തുരങ്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ അണ്ടർഗ്രൗണ്ട് തുരങ്കങ്ങളിൽ ഏതാണ്ട് ഈ ഒരു ബന്ദികളെ കൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കാനുള്ള സാധ്യതയും കൽപ്പിക്കപ്പെടുന്നുണ്ട്. അത് കൂടാഞ്ഞിട്ട് 2 യൂണിറ്റ് ബറ്റാലിയൻസ്, അതായത് 2 യൂണിറ്റ് ഹമാസിന്റെ തീവ്രവാദികളെ ഞങ്ങൾ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു ബന്ദികളെ ചൊല്ലി മാത്രമാണ് ഈ ഒരു 2 ബറ്റാലിയൻസിനെ ഞങ്ങൾ തൊടാതെ വെച്ചിരിക്കുന്നത്. ഈ ഒരു 2 ബറ്റാലിയൻസിനെയും ഞങ്ങൾ നല്ല രീതിയിൽ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് വരികയാണെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതായത് ഇസ്രായേൽ ഇന്ന് ഇതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പുറത്തു വിട്ടിരിക്കുന്നത്. അവരുടെ പത്രത്തിൽ തന്നെയാണ് ഈ ഒരു വാർത്ത അച്ചടിച്ച് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അഥവാ ഈ ഒരു ചർച്ചയിൽ ഈ ഒരു 20-ാം തീയതിക്കുള്ളിൽ ഈ ഒരു ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ഈ ഒരു ചർച്ചയിൽ ഈ ഒരു ഹോസ്റ്റേജ് ഡീലിൽ ഒരു തീരുമാനവും ആയില്ല എന്നുണ്ടെങ്കിൽ ട്രംപ് പറഞ്ഞല്ലോ ഈ പേ ഫോർ ദ ഹെൽ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അത് എന്താണ് ട്രംപ് പറഞ്ഞത് എന്നതിനെക്കുറിച്ച് ഇസ്രായേലിന്റെ ഒരു മിനിസ്റ്റർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പുള്ളി എന്താണ് സംസാരിക്കുന്നത് പറഞ്ഞാല്, പുള്ളി പറയുന്നത് ഈ ഒരു യു വിൽ പേ ഫോർ ദ ഹെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഉദ്ദേശിക്കുന്നത് പിന്നെ ബോംബിട്ട് തകർക്കും എന്നുള്ളതല്ല, എക്കണോമിക് സാങ്ഷൻസ്. അതായത് ഇപ്പോഴും ഹമാസിന് ഇപ്പോഴും ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതായത് അവര് മറ്റാരും അറിയുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ ഒളിപ്പിച്ച് നമുക്ക് പൈസ, നമ്മൾ രഹസ്യമായിട്ട് നമ്മൾ പൈസ ഒപ്പിച്ചെടുക്കുന്നു എന്നുള്ള നിലയിൽ ചില ഫണ്ടുകൾ അവർക്ക് വരുന്നുണ്ട്. ആ ഫണ്ടുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് വരുന്നത്. അത് ഓപ്പൺ ആയിട്ട് നമുക്കറിയാം. പക്ഷെ അത് ഈ ഒരു ബന്ദികളെ ചൊല്ലി മാത്രമാണ് ആ ഫണ്ട് കൂടെ നിർത്താതിരിക്കുന്നത്. അപ്പൊ അതിനെ ഒരു ലാസ്റ്റ് ചാൻസ് ബാർഗെയിനിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഫണ്ടും കൂടെ ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ആരൊക്കെയാണ് ഈ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഏത് രീതിയിൽ നിന്നാണ് ഹമാസിന് ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് ഒരു ഡയറക്റ്റ് ട്രാൻസ്ഫർ അല്ലാണ്ട് ഇൻഡയറക്റ്റ് ട്രാൻസ്ഫർ ആയിട്ട് 2-3 ആൾക്കാരുടെ കൈമാറി പണം ഹമാസിലേക്ക് എത്തുന്ന രീതിയിലുള്ള ചെയിൻ ഓഫ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഇസ്രായേലിന്റെ പക്കലുണ്ട്, അഥവാ അമേരിക്കയുടെ പക്കലുണ്ട്. അപ്പൊ അവര് അതൊക്കെ കണ്ടെത്തി വെച്ചിരിക്കുകയാണ്, അതൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ ഇന്ന് ചർച്ചയിൽ വെളിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇന്ന അക്കൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് പൈസ വരുന്നുണ്ട്, ഇതെല്ലാം ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും. അപ്പൊ അതായത് ഹൈ ലെവൽ സാങ്ഷൻസ് കൊണ്ടുവരും എന്നാണ് ഈ ഒരു ട്രംപിന്റെ ഒരു വരവോടുകൂടി വരാൻ പോകുന്ന കാര്യങ്ങൾ. ഈ ഹൈ ലെവൽ സാങ്ഷൻസ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇവർക്ക് ഈ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെറിയ നക്കാപ്പിച്ച പൈസയും കൂടെ ഇനി വരാതാവും. ആ ഒരു അവസ്ഥയോടുകൂടി പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ $1 മില്യൺ ഒക്കെ ബാങ്കിലിട്ട് വെച്ചുകൊണ്ട് ഇതിന്റെ ഒരു ലീഡേഴ്സ് ഇല്ലേ, ഈ മെഷാൽ പോലത്തെ ആൾക്കാർ,
അമ്മ അതിലുള്ള ആൾക്കാരൊക്കെ സുഖിച്ചങ്ങ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്മാരാണ് ജസ്റ്റ് ഫ്ലൈറ്റിൽ വരിക, അവന്മാർക്ക് സ്കൈ ലൈഫാണ്, അവന്മാരിങ്ങ് ഹൈഫൈ ആയിട്ട് അങ്ങനെ പറന്ന് വരിക, അവര് ജസ്റ്റ് അങ്ങോട്ട് ഇരുന്ന് അങ്ങ് ഡീൽ ചെയ്യുക, സംസാരിക്കുക, പിന്നെ അടി കൂടുക, പിന്നെ പോയി ഹോട്ടലിൽ താമസിക്കുക, ജിമ്മിൽ പോവുക, കളിക്കുക, ബില്ലിയാർഡ്സ് കളിക്കുക, പിന്നെ തിരിച്ച് ഇതേപോലെ ഹോസ്റ്റേജ് ഡീലിന് വരിക. അവർക്ക് സുഖം പരിപാടിയാണ്. പക്ഷെ അവർ ഗാസയ്ക്കുള്ളിലല്ലല്ലോ താമസം. ഗാസയ്ക്കുള്ളിൽ താമസിക്കുന്ന വേറെ ആൾക്കാരുണ്ട്, അവരാണ് ഗാസയ്ക്കുള്ളിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത്. യവന്മാര് കറക്റ്റ് സൈസിന് പിടിച്ച് ഈ ഒരു ഹോസ്റ്റേജസിനെ എല്ലാം, ഈ ഒരു ബന്ദികളെ എല്ലാം കൂടെ ഈ സെൻട്രൽ ഗാസയിലാണ് ഇപ്പം വെച്ചിരിക്കുന്നതാണ് ഇസ്രായേലിന്റെ ഒരു നിഗമനം. ഇസ്രായേലിന്റെ ഒരു 80% ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഒരു തീവ്രവാദ ഗ്രൂപ്പിനെ കുറിച്ച് വളരെ പർട്ടിക്കുലർ ആയിട്ട് പറയുന്നുണ്ട്, ഹമാസ് 24 ബറ്റാലിയൻസ്. ഹമാസ് 24 ബറ്റാലിയൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പ് പ്രത്യേകിച്ച് ഈ ഒരു ബന്ദികളെ സുരക്ഷിതമാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല ഏറ്റിട്ടുണ്ട് എന്നാണ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇവരെ കൃത്യമായിട്ട് സിൻസ് ഫ്രം ദ ബിഗിനിങ് ഇസ്രായേൽ മോണിറ്റർ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അഥവാ ഈ ഒരു ബന്ദികളുടെ ഡീൽ ഉറപ്പാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഗാസ, അതായത് ബന്ദികളുടെ ഡീൽ ഉറപ്പാകുന്നില്ല എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗാസയിൽ ഗ്രൗണ്ട് ഓപ്പറേഷനിലേക്ക് IDF ഇറങ്ങും എന്നാണ് പറയുന്നത്. അങ്ങനെ സെൻട്രൽ ഗാസയിൽ IDF ഇറങ്ങിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഓപ്പറേഷനിൽ ഫേസ് ടു ഫേസ് അടിച്ചു തീർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. ഇത് വളരെ ധൈര്യപൂർവ്വമുള്ള ഒരു ഡിസിഷനാണ്. അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ എയർ സ്ട്രൈക്ക് ചെയ്തതുപോലെയോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഗ്രൗണ്ട് ഫോഴ്സിന് പോയതുപോലെയോ ഉള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കില്ല ഇത്. ഇത് കൃത്യമായിട്ട് അവര് സെൻട്രൽ ഗാസയിൽ വളരെ സെക്യൂർ ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുന്ന ഹമാസിന്റെ കുറച്ച് തീവ്രവാദികളാണ്. അവർ ഓൾറെഡി തന്നെ ഈ വെപ്പൺസും എല്ലാ തരത്തിലുള്ള പ്രതിരോധ സംരംഭങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടായിരിക്കും അവരവിടെ ഉണ്ടാകുക. തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ഭാഗത്ത് കാഷ്വാലിറ്റി ഉണ്ടാവും. പക്ഷെ എന്തായാലും ഒരു ബ്രേവ് ഓപ്പറേഷൻ ആയിട്ട് അത് മാറും. അതായത് ഈ ഒരു ഹമാസിന്റെ ഈ ഒരു ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ഡീലിൽ ഒരു തീരുമാനമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ മെത്തേഡ് ആയിരിക്കും IDF എടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡാണ് ആൾ ഹെൽ ടു പേ എന്ന് പറഞ്ഞിട്ട് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ എക്കണോമിക് സാങ്ഷൻസ്, അതുപോലെ തന്നെ ഈ ഒരു ബറ്റാലിയൻസ്, ഈ റിമൈനിങ് ആയിട്ട് 2 ബറ്റാലിയൻസ് ആയിട്ടുള്ള 2 ഗ്രൂപ്പ് തീവ്രവാദികൾ അവിടെ ഉണ്ട് ഈ സെൻട്രൽ ഗാസയ്ക്കുള്ളിൽ. പിന്നെ ഇതിൽ അവസാനം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ചില നിർണായക വിവരങ്ങൾ അവർക്ക് ഈ ഒരു പിടിച്ചോണ്ട് പോയ കുറെ ഈ ഹമാസ് ബന്ദികളായിട്ട് കുറച്ച് ആൾക്കാരെ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന്, കമാൽ അദ്വാൻ ഹോസ്പിറ്റൽ അതേപോലത്തെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പിടിച്ചോണ്ട് പോയ ചില ഹമാസിന്റെ തീവ്രവാദികളുണ്ട്. അവരുടെ അടുത്തൊക്കെ ചോദിച്ച് അവരെയൊക്കെ ഇന്ററോഗേറ്റ് ചെയ്ത് അതിൽ നിന്നും മനസ്സിലാക്കിയ കുറെ ഡേറ്റാസും കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഉറപ്പായിട്ടും ഇസ്രായേൽ ഈ ഒരു സെൻട്രൽ ഗാസയിൽ ബന്ദികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തിയിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് IDF അവിടെ ഒരു ഓപ്പറേഷനിൽ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്ട്രക്ചർ ഓഫ് ഈ ബിൽഡിങ്ങുകളുടെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഈ ഒരു തുരങ്കങ്ങൾ എങ്ങനെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പൊ അവിടെ ഒരു ഏതെങ്കിലും രീതിയിൽ ഒരു മിസ്മാനേജ്മെന്റ് ഈ ഒരു ആക്രമണത്തിൽ നടന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഹമാസിനെ എയിം ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം ഹമാസ് തീവ്രവാദികളെ ഉന്നം വെക്കുമ്പോഴത്തേക്കും ചില സമയം ഈ ഒരു ചില സാഹചര്യങ്ങളിൽ ഈ ഒരു ബന്ദികളുടെ മേളിൽ ഒരു ആക്രമണം പോകാനുള്ള സാധ്യതയുണ്ട്. ബന്ദികളുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ ഒരു ഹെസിറ്റേഷൻ കാണിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. ഇത്രമാത്രം പ്രഷർ ഇടുന്ന സ്ഥിതിക്ക് ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു തീരുമാനം ആവും എന്നാണ് കരുതപ്പെടുന്നത്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.